ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഫ്രൈ വന്നിട്ടുണ്ട്. വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും എൻ്റെ ബീഫ് കറി കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്താണ് നമ്മുടെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ച് എണ്ണ പാനിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് നമ്മുടെ ബീഫ് കറിയിൽ നിന്നും കുറച്ച് പീസസ്, നമുക്ക് ആവശ്യമുള്ളത്രയും പീസസ് എടുത്ത് അതിലേക്ക് ഇടുക. അപ്പോൾ കുരുമുളക് പൊടിയുടെ അളവ് നമ്മൾ എന്തോരം ബീഫ് ഇടുന്നോ അതനുസരിച്ച് മാറ്റണം. സ്പൈസ് ലെവൽ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും, അപ്പോൾ അതനുസരിച്ച് മാറ്റണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ വഴട്ടിയെടുക്കണം. വേറെ ഒന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇടാം. അങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും. നമ്മളിത് വറുത്തരച്ച ബീഫ് ഫ്രൈ ആണ്. ബീഫ് കറിയിൽ നിന്നുള്ള പീസസ് എടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ആ മസാല എല്ലാം ഇതിൽ പിടിച്ചിട്ട് നല്ല ബ്രൗൺ കളറാവും. നല്ല ബ്രൗൺ കളർ ആകുന്നോടം വരെ നമ്മളിത് വഴട്ടിയെടുക്കണം. ഈ പീസസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നല്ല തേങ്ങാക്കൊത്ത ഇഷ്ടമുണ്ടെങ്കിൽ ആ കറിയിൽ നിന്ന് തേങ്ങാക്കൊത്തും കൂടെ നല്ലപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫിൻ്റെ എല്ലാ പീസസും നല്ല ഫ്രൈ ആയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പെറോട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്നോടം വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.